This is why these people don't want to debate. Sorry, 2 minutes. I'm not going to interrupt you. അങ്ങനെ ആരിഫ് ഹുസൈൻ ലണ്ടനിൽ വെച്ച് കുടുങ്ങിയിരിക്കുകയാണ്. കേരളത്തിനകത്തും പുറത്തൊക്കെ വെച്ച് ഇസ്ലാമിക വിദ്വേഷവും ഇസ്ലാമിനെതിരെ ഇല്ലാകഥകളൊക്കെ പറഞ്ഞു വരുത്തിയിരുന്ന അദ്ദേഹം ലണ്ടനിലും ഇത് ആവർത്തിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ചെന്നുപെട്ടത് ചില മുസ്ലിം പണ്ഡിതന്മാരുടെ മുന്നിലേക്കാണ്. അവിടെ അദ്ദേഹം ബാലിശമായിട്ടുള്ളൊരു ക്ലെയിം ഉന്നയിച്ചു. ഖുർആൻ സ്വന്തം മകളെ വിവാഹം കഴിക്കാൻ അനുവദിക്കുന്നുണ്ടെന്ന്. അങ്ങനെയെങ്കിൽ ആ സൂക്തം ഏതെന്ന് കാണിച്ചു തരാൻ അവർ ആവശ്യപ്പെട്ടു. തുടർന്ന് അദ്ദേഹം ഒരുപാട് നേരം ഇന്റർനെറ്റിൽ തപ്പുകയും കിട്ടാതായ എൻ്റെ മൊബൈലിൽ നെറ്റില്ല എന്ന് പറഞ്ഞ് തടി തപ്പാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങളുടെ ഫോണിൽ നെറ്റ് ഉണ്ട്, നിങ്ങൾ ഇതിൽ നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് അവർ ഫോൺ കൈമാറുകയും ചെയ്തു. അങ്ങനെ ഇസ്ലാമിനും ഖുർആനൊക്കെതിരെയുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ശ്രമം കൂടി പരാജയപ്പെടുന്ന രംഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. I want him to pull out the ayah from the Quran, the verse where it says you can marry your child. If he does not pull that out, then know that this guy is not only a lame Zionist, a lame BJP apologist, he's a liar also, because they can do nothing but lie. And today is his exposure day. All the Muslims of India, spread this. This is janaza for this guy who claims things online, and when he's faced with challenges, he has nothing. He's going to pull out the ayah from the Quran now and time up. No, it's time. Time up. It's your time. I'm taking the words. Yeah. Start his time. 2 minutes. No. Just When you make a claim, you should have the verse on your fingertips. You should know the verse. This is why these people don't want to debate. They know when faced with Muslims who study their faith, they have nothing but embarrassment. He doesn't even know science. He doesn't know philosophy. He doesn't know why he's ex-Muslim. He doesn't even know anything about Islam, because he claimed the Quran says you can marry your child. I want that verse. The Quran saying you can marry your child. ഒരു മതത്തിൽ വിശ്വസിക്കുന്നതും വിശ്വസിക്കാതിരിക്കുന്നതൊക്കെ ഓരോ വ്യക്തിയുടെയും ചോയ്സാണ്. പക്ഷെ ഒരു മതത്തോടുള്ള അടങ്ങാത്ത വിദ്വേഷം കാരണം അവർക്കെതിരെ ഇല്ലാത്ത കഥകൾ പറഞ്ഞു വരുത്തുക, വ്യാജ നിർമ്മിതികൾ സമൂഹത്തിൽ സൃഷ്ടിക്കുക, കൂടാതെ അവരുടെ പ്രവാചകനെയും മതകീയ മൂല്യങ്ങളെയും ആക്ഷേപിക്കുക, ഇതൊന്നും ഒരു യഥാർത്ഥ വ്യക്തിക്ക് ചേർന്നതല്ല. വിമർശനങ്ങളാകാം, പക്ഷെ അത് വസ്തുതകളുടെയും ചരിത്രത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കണം. അല്ലാതെ വിദ്വേഷം വിൽക്കാൻ വേണ്ടി പച്ചക്കള്ളങ്ങൾ നിർമ്മിച്ചിറക്കിയാൽ ഇതുപോലെ ലോകത്തിനു മുന്നിൽ നാണം കെടേണ്ടി വരും. നുണകൾക്ക് ആയുസ് എപ്പോഴും കുറവാണ്, സത്യം എപ്പോഴും ജയിക്കുക തന്നെ ചെയ്യും.